നമസ്കാരം സുഹൃത്തുക്കളെ, നൗഫലാണ്. ഇന്ന് ഫാഗുന്ന് നിന്ന് കാസർഗോഡേക്കുള്ള യാത്രയാണ്. 16606 എന്നുള്ള ട്രെയിൻ ഏറനാട് എക്സ്പ്രസ് തിരുവനന്തപുരം നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ഏറനാട് എക്സ്പ്രസ്സിലുള്ള യാത്രയാണിന്ന്. അപ്പം ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഇന്ന് ആ ഒരു യാത്രയെ സംബന്ധപ്പെട്ടുള്ള വിവരണങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സമയം 11:30 മണിയാവാനായിട്ടോ. പ്ലാറ്റ്ഫോം 2-ലാണ് ഈ ട്രെയിൻ വരാനുള്ളത്. ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 3/4 മണിക്കൂറില്ല, ഒരു 12:10 ട്രെയിൻ വരാനുള്ളത്. ഏകദേശം ഒരു 40 മിനിറ്റോളം ഇനി ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് പോകാനുള്ള ഏറനാട് എക്സ്പ്രസ് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന ഏറനാട് എക്സ്പ്രസ് എത്തിയിട്ടുണ്ട്. വലിയ തിരക്കുകളൊന്നും അനുഭവപ്പെടുന്നില്ല. അതുപോലെ തന്നെ റെയിൽവേൻ്റെ പണി നടക്കുന്നതിനാൽ ഈ ഭാഗത്തേക്കൊന്നും ആളുകൾ വല്ലാതെ വരുന്നൊന്നുമില്ല കേട്ടോ. വളരെ നിശബ്ദമായൊരു സ്ഥലമായിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായി യാത്ര ചെയ്യാനും സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം വഴി ആ ട്രെയിനിലേക്ക് കയറാനും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നൊരു സന്ദർഭമാണിപ്പോൾ. അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ട്രെയിനിൽ തിരക്കൊന്നും ഇല്ലാത്തതിനും ആളുകളൊന്നും ഇല്ലാത്തതിനും തന്നെ വളരെ സിമ്പിളായിരുന്ന ഈ കാണുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ ഈ സമയങ്ങളിൽ ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര റഷായിരുന്നാലും ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് തീരെ ആളുകളൊന്നും ഇല്ല കേട്ടോ. 12:25 കേട്ടോ. ഇവിടുന്ന് ട്രെയിൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാസർഗോഡാണ്. സോ കാസർഗോഡ് നിന്ന് അടുത്തേക്കാണ്. അങ്ങനെ ഞാനിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആളുകളൊക്കെ ചാടിക്കയറി വേഗം സീറ്റ് പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയം 12:40 സമയം. പ്ലാറ്റ്ഫോമുകളിലൊന്നും ആളുകളൊന്നുമില്ല. നമ്മുടെ വണ്ടി നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ആളുകളൊക്കെ വളരെ കുറവാണ് പ്ലാറ്റ്ഫോമിൽ. അതുപോലെ തന്നെ ട്രെയിനിൽ വളരെ ആളുകൾ കുറവാണ്. ഉച്ച സമയത്തായത് കൊണ്ടാകാം ആളുകളൊക്കെ കുറഞ്ഞ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടുന്ന് ഇനിയിപ്പോൾ നേരെ പോകുന്നത് നമ്മൾ കാസർഗോഡേക്കാണ് കേട്ടോ. കാസർഗോഡ്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് എലത്തൂരാണ് നിൽക്കുന്നത്. എലത്തൂർ ഏകദേശം ഒരു 40 മിനിറ്റോളം ഈ വണ്ടി ഇവിടെ ഞങ്ങളെ പിടിച്ചിട്ടുണ്ട്. ഉച്ച സമയമായതിനാൽ തന്നെ നല്ല ചൂടും അതുപോലെ തന്നെ വളരെ ശാന്തതയേറിയ ഒരു സ്ഥലം കൂടിയാണ് ഈ എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ജീവികൾ പോലും ഈ ഭാഗത്ത് ഇല്ല. കഷ്ടിച്ചൊരു വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലാണ് പോയി. നമ്മൾ കാസർഗോഡ് എത്തിയിട്ടോ. നമ്മൾ നേരെ കാസർഗോഡ്. അപ്പോൾ ഞങ്ങൾ പോട്ടെ. എൻ്റെ പേരെന്താണ്? ദേവനന്ദ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട കേട്ടോ. ദേവനന്ദനി. മോളെ പേരെന്താ? ദേവഗംഗ. ഇവർ രണ്ടുപേരുണ്ട്. ചേട്ടനും ഉണ്ട്, ഇതൊക്കെ ജയിച്ചുകൊണ്ട് നമ്മളെല്ലാവരും നമ്മൾ നേരെ ഇനി കാസർഗോഡിൻ്റെ മണ്ണിലേക്ക് എത്തിയിട്ടോ. ഇനി ഇവിടെ നിന്നാണ് അടുത്ത് പോകുന്നത്. നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ സുള്ളിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അസലേ, നമ്മളിനി അടുത്ത എങ്ങോട്ടാണ് പോണേ? സുള്ളി. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പറഞ്ഞത് നമ്മൾ സുള്ളിയിലേക്കാണ്. ആളുകൾ ഇപ്പോൾ കാസർഗോഡ് എത്തിയപ്പോൾ നല്ല തിരക്കും റഷും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ അടുത്ത് പോകുന്ന മംഗലാപുരം ട്രെയിനാണത്. അപ്പോൾ ഇപ്പോൾ റഷൊക്കെ കുറവാണ്, എന്നാലും ഉണ്ട് അത്യാവശ്യത്തിന് അല്ലേ.